സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടം തൃശൂരിന് 1008 പോയിന്റ് നേടിയാണ് തൃശൂർ ഒന്നാം സ്ഥാനം നേടിയത്. 1999 കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കിരീടം നേടിയത്. 1007 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്തും 1008 പോയിന്റ് നേടിയാണ് തൃശൂർ ഒന്നാം സ്ഥാനത്തെത്തിയത്. 1999 കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കിരീടം നേടിയത്. 1007 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്തും 1003 പോയിന്റുമായി കണ്ണൂർ മൂന്നാമതുമെത്തി. സ്കൂളുകളിൽ 171 പോയിന്റ് നേടി ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്താണ്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരങ്ങളായ ടോവിനോ തോമസും ആസിഫ് അലിയുമാണ് മുഖ്യാതിഥികൾ. കലോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീകുമാർ തത്സമയം ചേരുന്നു. ശ്രീകുമാർ, എന്തൊക്കെയാണ് കലോത്സവത്തിലെ അവസാന ദിന വിശേഷങ്ങൾ? ന്യൂസ് റീഡർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ്. അട്ടിമറിയുമായി കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂരിനെ അട്ടിമറിച്ചിരിക്കുന്നു. തൃശൂർ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 1008 പോയിന്റുമായിട്ടാണ് തൃശൂർ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത്. 1007 പോയിന്റുമായി പാലക്കാടും 1003 പോയിന്റുമായി കണ്ണൂരും മൂന്നാം സ്ഥാനം. അട്ടിമറി വിജയവുമായാണ് തൃശൂർ ഇക്കുറി കപ്പടിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സമാപന സമ്മേളനം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ചലച്ചിത്ര താരങ്ങളായ ടോവിനോ തോമസും അതുപോലെ തന്നെ ടൊവിനോയും അതുപോലെ ആസിഫ് അലിയും ഒക്കെ മുഖ്യാതിഥിയാകുന്നുണ്ട്. എന്തായാലും ഇതിനുള്ള സമാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ അനന്തപുരിയിൽ നടന്ന ഈ കലാമേള ജനകീയതയുടെ മറ്റൊരു മുഖമായി മാറി, ജനകീയ ഉത്സവമായി മാറി, സംഘാടന മികവുകൊണ്ട് ശ്രദ്ധേയമായി. ഇന്ന് മുഖ്യവേദിയിൽ നാടോടി നൃത്തമായിരുന്നു. മറ്റു വേദികളിലൊക്കെ ഇന്ന് 10ഓളം മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് 95% കലാമത്സരങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അല്പസമയം മുമ്പാണ് ഇതിനുള്ള അവസാന റൗണ്ടിലെ വിജയി അവസാനത്തെ മത്സരവും കൂടി കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഈ ആർക്കാണ് കപ്പ് എന്നറിയാൻ സാധിച്ചത്. എന്തായാലും മുഖ്യവേദിയായ MD നിളയാണ്. ആ MD നില ഉദ്ഘാടനവും ഇവിടെ തന്നെ ആയിരുന്നു, സമാപന സമ്മേളനവും ഇവിടെ തന്നെയാണ്. എന്തായാലും ഈ ചലച്ചിത്ര താരങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ഒരാൾക്കൂട്ടം. ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ സംഘനൃത്തമൊക്കെ നടന്ന ഇന്നലെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സെൻട്രൽ സ്റ്റേഡിയം കണ്ട വലിയൊരു ആൾക്കൂട്ടമായിരുന്നു കണ്ടത്. എന്തായാലും ഈ പറഞ്ഞ തൃശൂർ അഭിമാനത്തോടെ മടങ്ങാൻ പോവുകയാണ്. കപ്പുയർത്തി തന്നെയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. കണ്ണൂരിനെ മൂന്നാം സ്ഥാനത്താക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വിശിഷ്ട അതിഥികളെ കാത്ത് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും ജനകീയതയുടെ മറ്റൊരു മുഖമായി, സംഘാടന മികവിന്റെ മറ്റൊരു മുഖമായി, ഉദാഹരണമായി, യാതൊരു തരത്തിലുള്ള പരാതികളുമില്ലാതെ പരാതിരഹിതമായ ഒരു കലോത്സവം എങ്ങനെ നടത്താമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, എല്ലാ സംഘടനകളെയും, എല്ലാ അധ്യാപക സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റ് സർക്കാർ ഇതര വിഭാഗങ്ങളുമായി കൈകോർത്തുകൊണ്ട് തന്നെ, സർക്കാർ വകുപ്പുകളുമായി സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ വലിയൊരു ഉദാഹരണമാണ്. ജനകീയതയുടെ മറ്റൊരു നല്ലൊരു കൂട്ടായ്മയുടെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു കലോത്സവ വിജയം. എന്തായാലും ഈ കലോത്സവം അവസാനിക്കുമ്പോൾ ഈ അനന്തപുരിക്കും പറയാനുള്ളത് തന്നെയാണ്. നെഞ്ചോട് ചേർത്താണ് ഈ കലോത്സവത്തെ അനന്തപുരി ഏറ്റെടുത്തിരിക്കുന്നത്.